നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. തമിഴിൽ കണ്ട പോലെ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണം, അപ്പം തലേ ദിവസമാണ് അറിയുന്നത് നാളെ ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും നിങ്ങളെ ഫേസിൽ ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വിക്ക് ഫിക്സ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുമ്പെയാണ് ഞാൻ ആ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവാൻ പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക്, അതേ സമയം സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എവർയൂത്ത് നാച്ചുറൽസിന്റെ അഡ്വാൻസ് ഗോൾഡ് ഗ്ലോ പീൽ ഓഫ് മാസ്ക് ആണ്. ഇതാണ് പ്രോഡക്റ്റ്. ഇതിന്റെ റിവ്യൂ ചെയ്യാൻ 2-3 കാരണങ്ങൾ ഞാൻ പറയട്ടോ. ഒന്ന്, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു ട്യൂബ് 30 ഗ്രാമിന്റെ ഈ ഒരു ട്യൂബ് 50 രൂപയാണ് ഇതിന്റെ പ്രൈസ്. പക്ഷേ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 15 രൂപയ്ക്ക് ഇതിന്റെ ഒരു സാഷേ അവൈലബിൾ ആണ്. അതായത് ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഷേ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാഷേ ഫസ്റ്റ് വാങ്ങി ട്രൈ ചെയ്യാം. ഇതന്നെ വാങ്ങണം നിർബന്ധമൊന്നുമില്ല. ഇതും ബഡ്ജറ്റിൽ തന്നെയാണ്. 50 രൂപയ്ക്ക് 30 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങണം എന്നുള്ളവർക്ക് ആ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്റ്റന്റ് ആണെന്ന് മാത്രമല്ല, കുറേ നേരത്തേക്ക് ആ ഒരു ഗ്ലോ നിലനിൽക്കുന്നതായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പല പീൽ ഓഫ് മാസ്ക് എന്താണ്ടാവുക വെച്ചാൽ നമ്മൾ അത് പീൽ ചെയ്യില്ലേ, ആ ഒരു മിനിറ്റിൽ ആ ഗ്ലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഗ്ലോ അങ്ങനെ തന്നെ മങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷെ ഇത് അങ്ങനെയല്ല. നമുക്ക് ആ ഒരു ഗ്ലോ ഇപ്പം നെക്സ്റ്റ് ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ആ ഒരു മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് ആ സ്കിന്നിൽ ആ ഒരു ഫ്രഷ്നെസ് കാണാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു പീൽ ഓഫ് മാസ്കിന്റെ മെയിൻ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ പീൽ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഇത് അപ്ലൈ ചെയ്ത് പീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ കുഞ്ഞു ഹെയർ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരും. എസ്പെഷ്യലി നമ്മൾ അപ്പർ ലിപ്പ് ഏരിയയിൽ ഉണ്ടാവുന്ന ആ ഒരു ഹെയർ ഇല്ലേ, അതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഒരുപാട് ഹെയർ ഫുള്ളായിട്ടും ഇങ്ങനെ വരുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് ആ ഒരു കുട്ടി ഹെയർ പറഞ്ഞു വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിന് ആ ഒരു ഫ്രഷ്നെസ് കാണാൻ വേണ്ടി പറ്റും. കാരണം ഹെയർ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്കിന്നിന് കുറച്ചൊരു ബ്രൈറ്റ് ആയ പോലെ ഫീൽ ആവും. അപ്പൊ ആ ഒരു സംഭവം ഈ ഒരു പീൽ ഓഫ് മാസ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി. മാക്സിമം പോയാൽ 20 മിനിറ്റ് ആണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടിരിക്കേണ്ടത്. അതിന് ശേഷം നിങ്ങൾക്ക് പീൽ ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പൊ ഡയറക്ഷൻ, യൂസ് ചെയ്യേണ്ട ഡയറക്ഷൻ എന്താ വെച്ചാൽ ഞാൻ ഡെമോ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇടാം. അതിന് മുമ്പ് ഇതിന്റെ ഇൻഫർമേഷൻസ് ഞാൻ പറയാം. നിങ്ങൾ യൂസ് ചെയ്യേണ്ട രീതിയാണെന്ന് പറയാം. നിങ്ങൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പാട്രൈ ചെയ്തിട്ടുള്ള ഫേസ്, അതായത് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഫേസ് ആണ് കേട്ടോ. വെറ്റ്നസ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നനവുള്ള ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ലെയർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് പീൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ലെയർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ സ്ഥലത്തും ഒരേപോലെ തിക്കായിട്ടുള്ള ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലർക്ക് 15 മിനിറ്റ് കൊണ്ട് ഉണങ്ങും. ഓരോ സീസൺ എനിക്ക് ചില സമയത്ത് വേഗം ഉണങ്ങുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്, ചില സമയത്ത് നല്ലോണം ടൈം എടുക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ. അപ്പൊ ഈ 15 മിനിറ്റ് എന്നുള്ള കണക്ക് ഞാൻ പറയുന്നില്ല. നന്നായിട്ട് ഉണങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇത് നമ്മൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതായത് താഴോട്ടേക്കാണ് ഇത് പീൽ ചെയ്യേണ്ടത്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പീൽ ചെയ്തെടുക്കേണ്ടത്. ഇനി അത് കീ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിനറൽസ്, ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇത് 24 കാരറ്റ് ഗോൾഡ് പാർട്ടിക്കിൾസും കൂടി ഈ ഒരു മാസ്കിന്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഷെൽഫ് ലൈഫിനും കൂടി ഞാൻ പറയാം. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന് ഉള്ളത്. അപ്പൊ നിങ്ങൾ 3 വർഷം കൊണ്ട് യൂസ് ചെയ്ത് തീർത്താൽ മതി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 3 വർഷം കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തീർത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. 30 ഗ്രാം പ്രോഡക്റ്റ് ആണ്, 50 രൂപയാണ് ഇതിന്റെ MRP. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇപ്പൊ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസം അപ്ലൈ ചെയ്യാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഒരുപാട് മുന്നേ അപ്ലൈ ചെയ്ത ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ജസ്റ്റ് തലേ ദിവസം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. പോകുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പീൽ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു റെഡ്നെസ് നമ്മളെ ഫേസിലുണ്ടാവും. അത് പേടിക്കാനൊന്നുമില്ല.
ചിലർക്ക് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ ഒരു നോസിന്റെ ഏരിയയിലൊക്കെ. അപ്പൊ ആ ഒരു റെഡ്നെസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഫേസ് കുറച്ചൊരു ഇറിറ്റേറ്റഡ് ആയ പോലെ തോന്നും. അപ്പൊ അതിന് മേലെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നാവില്ല. അതുകൊണ്ട് പോകുന്നതിന്റെ അന്നോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ ഒന്നും അപ്ലൈ ചെയ്യാൻ ഞാൻ പറയില്ല. തലേ ദിവസമാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ടൈം. അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. വൈകുന്നേരമാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഒരു തുണിയിൽ, കോട്ടൺ തുണിയിൽ കിട്ടിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് പീൽ ഓഫ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഏതൊരു പ്രോഡക്റ്റും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകാത്തതാണ് നല്ലത്. നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അടുത്തത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ സ്കിൻ ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ അടുത്ത ക്ലിപ്പിൽ നിങ്ങൾ റിസൾട്ടും കൂടി കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം. ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കൈവിരൽ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കൈവിരൽ വെച്ചിട്ട് ചെയ്യണതാണ് കുറച്ചും കൂടി ഈസി. ഞാൻ കുറച്ച് ഫാൻസി ആക്കാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ എടുത്ത് ചെയ്തു. അത് കുറച്ച് ബുദ്ധിമുട്ടായി എനിക്ക്, കാരണം നമുക്ക് ഹെയർ ഒന്നും മുടീൻ്റെ ഒരു ഭാഗം ഇതിനകത്ത് തട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പീൽ ചെയ്യുമ്പോൾ നല്ല പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ മുടിയുടെ ഈ സൈഡത്തെ ഭാഗം ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് നല്ല കട്ടിയുള്ള ലെയർ തന്നെ അപ്ലൈ ചെയ്യുക. വളരെ തിന്നായിട്ടുള്ള ലെയർ ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ഉണങ്ങി പോവുകയും ചെയ്യും. അത്ര നല്ലൊരു റിസൾട്ട് അല്ല കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് ഈവൻ ആയിട്ട് നല്ല കട്ടിയുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടില്ലേ, ഈ താഴത്തെ ഭാഗത്തൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പോഴാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഈ മേലെന്ന് താഴത്തേക്കാണ് റിമൂവ് ചെയ്യേണ്ടത്, താഴത്തുനിന്ന് മേലോട്ടേക്കല്ല ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മേലിന്ന് താഴത്തേക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. താഴത്തുനിന്ന് മേലോട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, അപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് മേലിന്ന് താഴത്തേക്ക് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ റിമൂവ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒട്ടും മെസ്സില്ല, ഒരു ട്യൂബിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഒട്ടും മെസ്സിലാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉണങ്ങാത്ത ആ ഭാഗത്ത് അങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ 2 പോർഷനിൽ ഞാൻ ഇത്രയും സമയം വെച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ സാധാരണ നമ്മളെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നാച്ചുറൽ ലൈറ്റിലും കൂടി ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിലും ഈ ഒരു ഗ്ലോ മതിയാവും. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഒരു നാച്ചുറൽ ലുക്കിംഗ് സ്കിന്നായിട്ടൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.